Respected dear family members, my pranams to you. We will be learning about the messages given by Swami Vivekananda. In one of his messages, he has told, for the ordinary man, the human beings like we people, for the ordinary man and also for the beginner, those who are beginning to learn Hindu Dharma, Indian culture, for them also steady devotion, nishtha, to an ideal is of paramount importance. യഥാർത്ഥത്തിൽ ഒരു സാധാരണക്കാരനും an ordinary man and also for a beginner, നമ്മുടെ പൈതൃകവും ആത്മീയതയും പഠിക്കാൻ ആരംഭിക്കുന്ന വ്യക്തികൾക്കും സ്റ്റഡി ഡിവോഷൻ, സ്ഥിരമായിട്ടുള്ള, സ്റ്റഡി ആയിട്ടുള്ള, സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഡിവോഷൻ, സമർപ്പണ ഭാവം, ഭക്തി, ടു ആൻ ഐഡിയൽ, ഒരു നല്ല ലക്ഷ്യം മുമ്പിൽ വെച്ചു കൊടുക്കാം, ഒരു നല്ല മാർഗവും കാണിച്ചു കൊടുക്കാം. ഷോ ഹിം ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ലൈഫ് ആൻഡ് ഓൾസോ ദ പാത്വേ. That is a paramount importance. That is very, very important. അത് നിർബന്ധമായിട്ടും ആവശ്യമുള്ളതാണ്. ഒരു ലക്ഷ്യവും മാർഗവും കാണിച്ചു കൊടുക്കാതെ ഒരു വ്യക്തിക്ക് ഉയരാൻ ബുദ്ധിമുട്ടാണ്, പ്രയാണം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. It is difficult for an individual to march forward without giving them the goal of the life or goal of a particular mission. പക്ഷെ കുറേ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലക്ഷ്യവും മാർഗവും ഒന്നും കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ആഫ്റ്റർ ലോങ് പീരിയഡ് ഓഫ് ഹിസ് എക്സ്പീരിയൻഷ്യൽ ലൈഫ്, we need not show him the goal, we need not show him the pathway, because it will be automatically known to him. അയാൾക്ക് തന്നെത്താനെ അത് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം വഴിയും അതുപോലെ ലക്ഷ്യവും കാണിച്ചു കൊടുക്കണം. പിന്നീട് അവരുടെ മനസ്സിനകത്ത് നിന്ന് തന്നെ ലക്ഷ്യവും മാർഗവും ഉണ്ടായിക്കൊള്ളും. The world is in chains of superstition. It's a very important message. Lot of superstitions are there everywhere in the world. ലോകത്തിൽ എല്ലായിടത്തും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളുമുണ്ട്. ലോകം തന്നെ അന്ധവിശ്വാസത്തിന്റെ ഒരു കൂച്ചുവലങ്ങിൽ നിൽക്കുകയാണ്. I pity the oppressed, അടിച്ചു താഴ്ത്തപ്പെട്ടവര്, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവര്, those who are deprived of their power and authority. I pity on them. എനിക്ക് അവരോട് ദയയാണുള്ളത്. അവരുടെ വേദന കാണുമ്പോൾ എനിക്ക് വേദന തോന്നുന്നു. Whether man or woman, and I pity more the oppressors. ആരാണോ അവരെ ഈ നിലയിൽ എത്തിക്കുന്നത് അവരോടും എനിക്ക് അനുകമ്പ, ദയ തോന്നുന്നു, കഷ്ടം എന്ന് തോന്നുന്നു എനിക്ക്. ആരാണോ അടിച്ചമർത്തപ്പെടുന്നത്, ആരാണോ അടിച്ചമർത്തുന്നത്, രണ്ടുപേരോടും എനിക്ക് അനുകമ്പ തോന്നുന്നു, കഷ്ടം. ഇതേപോലൊരവസ്ഥയിലേക്ക് ജനസമൂഹത്തെ അന്ധവിശ്വാസത്തിലൂടെ നിങ്ങൾ കൊണ്ടുപോകുന്നുവല്ലോ എന്ന വേദന എനിക്ക് തോന്നുന്നു. മിസറി ഈസ് കോസ്ഡ് ബൈ ഇഗ്നോറൻസ് ആൻഡ് നത്തിങ് എൽസ്. മാനവരാശിയുടെ ദുഃഖം എന്ന് പറയുന്നത് അജ്ഞത കൊണ്ടുണ്ടാവുന്നതാണ്, വേദന കൊണ്ടുണ്ടാവുന്നു. ആ വേദന വീണ്ടും ഉണ്ടാവാൻ കാരണം അജ്ഞതയാണ്. അവനവന്റെ അവകാശത്തെക്കുറിച്ചും ദ റിയൽ വാട്ട് വി ഡിസർവ്, വാട്ട് വി ക്യാൻ എക്സ്പെക്ട്, വാട്ട് വി ഷുഡ് ഗെറ്റ്, that should be well known. Any individual living in the world should not be ignorant about his will, wish, expectation and what he or she deserves as a human being. If he is ignorant, naturally it will not be reaching him. അജ്ഞത, അറിവില്ലായ്മ,
അതാണ് നമ്മളുടെ അവകാശത്തെ പോലും പലപ്പോഴും നിഷേധത്തിന്റെ വഴിയിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് അറിയുക, അസതോമാ സദ്ഗമയ, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നിരന്തരം പ്രയാണം ചെയ്യുക. തമസോമാ ജ്യോതിർഗമയ, മൂവ് ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്, ഫ്രം ബാഡ് ടു ഗുഡ് കണ്ടിന്യൂസ്ലി. അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. മൃത്യോർമ അമൃതം ഗമയ, ഫ്രം എ ടെൻഷൻഫുൾ, കൺഫ്യൂസ്ഡ്, പെയിൻഫുൾ ലൈഫ് to a tensionless, non-confused and a reasonably painless life. This change, life is growth and growth is life. വളർച്ചയാണ് യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറയുന്നത്. ജീവിതമാണ് യഥാർത്ഥത്തിൽ വളർച്ച എന്ന് പറയുന്നത്. Stagnation is death, death is stagnation. If we are stagnant, practically you are dead. If you are dynamic, you live, you are living. നമ്മൾ എവിടെയെങ്കിലും ചെന്നൊന്ന് ഉറച്ചു നിന്നു പോയാൽ, അവിടെ നിന്ന് മുമ്പോട്ടുള്ള പ്രയാണമില്ലെങ്കിൽ അത് മരണത്തിന് തുല്യമാണ്. നിരന്തരം വളർന്നുകൊണ്ടിരിക്കുക, അക്കാഡമിക്കലി, ഇന്റലക്ച്വലി, സോഷ്യലി, ഫിനാൻഷ്യലി, എക്കണോമിക്കലി, continuously growing till the last breath. അവസാനത്തെ ശ്വാസം വരെ, മരിക്കുന്നത് വരെ വളർന്നുകൊണ്ടേയിരിക്കുക. അതാണ് ജീവിതം. So Swami Vivekananda tells, ignorance should be removed, light should come. The oppressed and the oppressor should know that we are here for a short period. We are not permanent in this world. So let us share, let us care, let us cure each other. Parasparam bhavayanda shreya paramavapnuyat. Let us continuously help each other. The negatives should be forgotten. The positives should never be forgotten. Forgive and forget. At the same time, remember and remind the positives. Swami Vivekananda's messages, just like Vedic and Upanishadic message, will be remaining everywhere in the world at all times, because they are universally acceptable, adoptable and adaptable. അത് ഏത് വ്യക്തിക്കും ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്നതാണ്. നമുക്കും സാധിക്കട്ടെ. പ്രണാമം. നമസ്കാരം.